പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. കർത്താവ് നിങ്ങൾക്കായി കരുതും. അകത്തുള്ള ഭാരങ്ങൾ, ആകുല ചിന്തകളെല്ലാം ഇപ്പോഴങ്ങ് മാറിപ്പോകട്ടെ. നിങ്ങൾ ആ കണ്ണാടിയിലോട്ടൊന്ന് നോക്കിക്കേ. ആരെപ്പോലാ നിങ്ങൾ ഇരിക്കുന്നതെന്ന് അറിയാമോ? പിതാവാം ദൈവത്തെ പോലെ. വചനം പറയുന്നു, അപ്പായുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാം ഓരോരുത്തരും നമ്മളുടെ പിതാവാകുന്ന ദൈവത്തെ പോലെയാ, നമ്മുടെ അപ്പയെ പോലെയാ. അങ്ങനെയാണെങ്കിൽ അപ്പ നമുക്കായി കരുതാതെ ഇരിക്കുമോ? തൻ്റെ കൈയുടെ സൃഷ്ടിയാകുന്ന പുഷ്പങ്ങൾക്ക് സൗന്ദര്യം കൊടുക്കുന്നത് അപ്പയല്ലേ? തൻ്റെ കരത്തിന്റെ സൃഷ്ടിയാകുന്ന കിളികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ആഹാരം കൊടുക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിനെ അങ്ങ് മറന്നേ. എന്തുമാത്രം പക്ഷികളും മൃഗങ്ങളുമാ പുറത്ത് വനത്തിൽ ജീവിക്കുന്നത്. നമ്മളുടെ മുറ്റത്തൊക്കെ എത്ര കിളികൾ വന്ന് ഇരിക്കാറുണ്ടല്ലേ? അവയ്ക്കൊക്കെ ആരാ കരുതുന്നേ? ആരാ ഭക്ഷണം കൊടുക്കുന്നത്? നാം ഒന്നുമല്ലല്ലോ. സ്വർഗത്തിലെ ദൈവം അവയ്ക്കായി കരുതുന്നു. വചനം പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. കണ്ടാൽ ഒരു ഓമനത്വവും ഇല്ലാത്ത കാക്കക്കുഞ്ഞിനു പോലും കരുതുന്നത് ആരാ? പിതാവാം ദൈവം. അങ്ങനെയാണെങ്കിൽ നമുക്കായി അവിടുന്ന് എത്രയധികം കരുതും. എന്തിനാ ഈ ഭാരപ്പെടുന്നത്? ആരെനിക്ക് തരും? ആരെനിക്ക് വേണ്ടി പോകും? ആരെനിക്ക് വേണ്ടി സംസാരിക്കും? എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചേ. എല്ലാ നിരാശയും ഇപ്പോൾ മാറട്ടെ. ആ നെഞ്ചത്തോട് കൈവച്ചിട്ട് പറഞ്ഞേ, ഞാൻ എൻ്റെ അപ്പായെ പോലാ. എൻ്റെ അപ്പ എനിക്ക് വേണ്ടി കരുതും. ഒരു നന്മയ്ക്ക് മുടക്കമില്ലാതെ എൻ്റെ അപ്പായുടെ കരം എനിക്കായി നീട്ടപ്പെടും. ധൈര്യപ്പെട്. ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയുകയാ, ധൈര്യപ്പെട്. കർത്താവ് നിങ്ങൾക്കായി കരുതും. നിങ്ങളുടെ സകല ചിന്താകുലവും, ഇപ്പോൾ ഹൃദയത്തിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചുള്ള ചിന്താകുലമാണെങ്കിലും അത് അപ്പയുടെ കരത്തിൽ ഏൽപ്പിക്കുക. എന്നിട്ട് സ്വസ്ഥമായി പോയി വിശ്രമിക്കുക. അപ്പ നിങ്ങൾക്കായി കരുതും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിന് നന്ദി. ഞങ്ങൾക്ക് വേണ്ടുന്ന സകലതും അവിടുന്ന് കരുതുന്നതിനായി നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയരെ മുഴുവനും ഞാൻ ബ്ലെസ് ചെയ്യുന്നു. സാന്നിധ്യത്തിൽ പൊതിയണമേ. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.